ആപ്പിളിൽ നിന്ന് നമുക്ക് 2017 അവരുടെ ക്ലാസിക് ഐഫോൺ ഡിസൈനിൽ നിന്ന് മാറ്റം വന്നൊരു ഫോണായിരുന്നു ഐഫോൺ 10 എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ഐഫോൺ എടുക്കുവാണെങ്കിൽ ഈ ഐഫോൺ 10ൻ്റെ ഡിസൈൻ ഫോമാറ്റ് തന്നെയാണ് അതിന് കിട്ടിയേക്കുന്നത്. അതായത് ഡിസൈൻ ചേഞ്ച് വരുമ്പോൾ തന്നെ ആ ഫോണിന് ഒരുപാട് അപ്പീൽ കാണും, അല്ലെങ്കിൽ ഒരുപാട് അട്രാക്ഷൻ കൂടിയൊരു ഫോൺ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഐഫോൺ 10. അതും ഐഫോൺ 10 ഏറ്റവും എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 2017 ഈ ഫോൺ ലോഞ്ച് ആയെങ്കിൽ പോലും ഇപ്പോൾ എടുത്താലും ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ഫോൺ തന്നെയാണ് ഈ ഐഫോൺ 10. അതായത് നമുക്ക് ഐഫോൺ 10 ഒരു പുതിയ യൂണിറ്റ് ഒന്നും ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുക്കുമ്പോൾ തന്നെ ആ പ്രീമിയം ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇപ്പോഴും ഈ ഫോണിന് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനും ഇതിൻ്റെ ക്വാളിറ്റിയും വെച്ച് ഇപ്പോഴും ഏറ്റവും മികച്ച നിൽക്കുകയാണ്. പക്ഷേ ഈ മികച്ച നിൽക്കുമെന്ന് പറയാൻ നേരത്ത് ഇത് ഏത് സെഗ്മെൻറ്റ് വരുമെന്ന് അതിൽ നിങ്ങൾക്കൊരു സംശയം കാണും. അതായത് സെക്കൻഡ് ഹാൻഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ സ്ഥലത്ത് ഇതിപ്പോൾ വിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 26,000 28,000 ഇടയ്ക്കാണ്. അതായത് അതിൻ്റെ സ്റ്റോറേജും അതേ കണക്ക് ബാറ്ററി ഹെൽത്തിനെയൊക്കെ ബേസ് ചെയ്താണ് അത് വരുന്നത്. അതായത് ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐഫോൺ 10 ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഒരു 85%-ഉം 88%-ഉം ഇടയ്ക്കൊക്കെ വരാൻ നേരത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് അത് വിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ച് ഒരുപാട് കോമ്പറ്റീഷൻ കൂടിയ ഒരു പ്രൈസ് റേഞ്ചാണ്. അതായത് നമുക്ക് ആൻഡ്രോയിഡ് ഫോൺസ് ഒരുപാട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഐഫോൺ നോക്കുവാണെങ്കിൽ തന്നെ iPhone SE2 ഓഫറൊക്കെ വരാൻ നേരത്ത് ഈ ഒരു പ്രൈസിങ്ങിന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ iPhone XR എന്ന് പറയുന്നൊരു കാര്യം നമുക്ക് ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ പ്രൈസ് കൊടുക്കാൻ നേരത്ത് അത്യാവശ്യം പുതിയൊരു യൂണിറ്റ് കൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് ഈ iPhone 10 എടുക്കണോ വേണ്ടതെന്ന് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ വെച്ചാണ്. അതായത് നമുക്ക് ക്യാമറ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഒരു പ്രൈസിങ്ങിന് ഇതിനെക്കാട്ടിയും ബെറ്റർ ക്യാമറ സിസ്റ്റം വരുന്ന ഒരുപാട് ഫോൺസ് ഇപ്പോൾ ഉണ്ട്. അതായത് നമുക്കിവിടെ ക്യാമറ നോക്കാൻ നേരത്ത് iPhone 10 ബാക്കി നമുക്ക് 2 ക്യാമറ വരുന്നുണ്ട്. അതായത് ഈ 2 ക്യാമറയും 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിനകത്ത് ഒരെണ്ണമെന്ന് പറഞ്ഞാൽ ഒരു വൈഡ് ആംഗിൾ ക്യാമറയും അടുത്തതെന്ന് പറയുന്നത് ഒരു ടെലിഫോട്ടോ ക്യാമറയാണ്. നമുക്കൊരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കിട്ടുന്നില്ല. പക്ഷേ എന്നാലും ഇവിടെ ഈ 2 ക്യാമറകളും നല്ല ലൈറ്റുള്ളൊരു കണ്ടീഷനിൽ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലോണം തന്നെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് അത്യാവശ്യം ഷാർപ്നെസ് ഉള്ള കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കളേഴ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡൈനാമിക് റേഞ്ചിലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ഫോട്ടോസ് വരുന്നത്. അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫോട്ടോസാണ്. കുറച്ചൊക്കെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല ഫോട്ടോസിൽ തന്നെ ഇരിക്കും. പക്ഷേ ലൈറ്റ് കുറയുന്ന അനുസരിച്ച് ഫോട്ടോയുടെ ക്വാളിറ്റി കുറയും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോട്ടോ ക്യാമറ ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാനേ പറ്റത്തില്ല. പിന്നെ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത ലൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെയും വലിയ പ്രശ്നമില്ലാത്ത ഫോട്ടോസ് എടുക്കും. പക്ഷേ ലൈറ്റ് ഭയങ്കരമായിട്ട് കുറയുന്ന സമയത്ത് അത് ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. അത് നമുക്ക് നൈറ്റ് മോഡും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടെലിഫോട്ടോ ക്യാമറയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ എന്നാലും ഇവിടുത്തെ ക്യാമറ സിസ്റ്റം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇപ്പം വലിയ ഗുണമുള്ളൊരു ക്യാമറ സിസ്റ്റം അല്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അതായത് ഈ ബാക്ക് ക്യാമറയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മെയിൻ ക്യാമറയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. അതായത് നമുക്ക് വീഡിയോ റെക്കോർഡിംഗിലേക്ക് പോകാൻ നേരത്ത് 4K 60 FPS വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ 1080p 60 FPS റെക്കോർഡ് ചെയ്തപ്പം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഔട്ട്പുട്ടാണ് വരുന്നത്. അതായത് നമുക്ക് സ്റ്റെബിലൈസേഷനകത്ത് പ്രശ്നമില്ല. പിന്നെ കളേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ നേരിട്ട് കാണുന്ന രീതിയിലുള്ള കളേഴ്സ് തന്നെയാണ്. പിന്നെ ഫോക്കസിങ്ങിനകത്ത് ഇഷ്യൂസ് ഇല്ല. അതായത് എനിക്ക് വീഡിയോ റെക്കോർഡിംഗ് ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഇപ്പോഴും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കാൻ നേരത്ത് ഫ്രണ്ടിൽ വന്നേക്കുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അത് ഈ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് സെൽഫീസ് എടുക്കുന്ന സമയത്ത് നോക്കാൻ നേരത്ത് വലിയ തിരക്കേടില്ലാത്ത സെൽഫീസാണ്. അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല, എന്നോട്ട് മോശം എന്ന് പറയാനും പറ്റത്തില്ല. പിന്നെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് തന്നെയാണ്. 1080p 30 FPS വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്ളോഗിങ്ങിനൊക്കെ വേണ്ടി ചെറുതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ iPhone 10 ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ ക്യാമറ എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പ്രൈസ് പോയിന്റിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് മാത്രമാണ്. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയത്ത് വലിയ പോരായ്മ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഒരു പ്രൈസിങ്ങിന് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫോൺസ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും iPhone 10 നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഈ ഒരു പഴയ യൂണിറ്റ് എടുത്തു കഴിയുമ്പം അതിൻ്റെ പോരായ്മകൾ നല്ലോണം അറിയാൻ പറ്റും. പിന്നെ പഴയ യൂണിറ്റ് ആവാൻ നേരത്ത് ഈ ക്യാമറയെക്കാട്ടി ഏറ്റവും വലിയ പോരായ്മ വരുന്നത് അതിൻ്റെ ബാറ്ററിക്കകത്താണ്. അതായത് ഇവിടുത്തെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 2716 mAh ആണ്. അതായത് നമുക്ക് iPhone സ്റ്റാൻഡേർഡ് നോക്കുവാണെങ്കിൽ തിരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. പക്ഷേ ഈ 2716 mAh മൊത്തമുള്ളൊരു ഗുണം നമുക്ക് കിട്ടാൻ പോകില്ല. കാരണം നമ്മൾ എടുക്കാൻ പോകുന്ന യൂണിറ്റിനകത്ത് സെക്കൻഡ് ഹാൻഡ് ആയതുകൊണ്ട് തന്നെ 100% ബാറ്ററി ഹെൽത്തുള്ള യൂണിറ്റ് ആവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ ബാറ്ററി മാറ്റിയൊരു ഫോൺ ആയിരിക്കണം. അപ്പം ബാറ്ററി മാറ്റിയൊരു ഫോൺ ആണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ചിലപ്പോൾ കാണും. അതായത് നമുക്ക് ഒഫീഷ്യലായിട്ട് മാറ്റിയതല്ലെങ്കിൽ. പിന്നെ മാറ്റാത്ത ഫോൺ ആണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ 100% ബാറ്ററി ഹെൽത്ത് ഇല്ലെങ്കിൽ ഇത്രയുള്ള ബാറ്ററി കപ്പാസിറ്റിയുടെ ഉപയോഗം നമുക്ക് വരാൻ പോകില്ല. അതായത് നമുക്ക് ഇതിനെക്കാട്ടിയും കുറഞ്ഞ കപ്പാസിറ്റി ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 85% ബാറ്ററി ഹെൽത്തുള്ള ഒരു ഫോൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് കുറയും. കാരണം ഇതിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. അതും ഞാൻ ഉപയോഗിച്ച യൂണിറ്റിനകത്ത് എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് ഒരു 3 മണിക്കൂറിനും 3.5 മണിക്കൂറിനൊക്കെ റേഞ്ചിലാണ്. അതായത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ക്രീൻ ഓൺ ടൈം. അപ്പോൾ അത്യാവശ്യം ഹെവി യൂസ് ചെയ്തപ്പോഴാണ് അങ്ങനെ വന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞൊരു സ്ക്രീൻ ഓൺ ടൈം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കൂടെ ഫോൺ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അതും ചാർജിങ്ങിലേക്ക് പോകാൻ നേരത്ത് തന്നെ നമുക്ക് ഫോണിൻ്റെ കൂടെ വരുന്ന ചാർജർ ഒരു 5 വാട്ട് ചാർജറാണ്. വളരെ സ്ലോ ആയ ഒരു ചാർജറാണ്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഫോൺ ഉണ്ടെങ്കിലും ആ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കിട്ടണമെങ്കിൽ വേറെ ചാർജിങ് ബ്രിക്കും ചാർജിങ് കേബിളൊക്കെ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കാശ് വീണ്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നിങ്ങൾ വയർലെസ് ചാർജിങ്ങിന് പോകുകയാണെങ്കിൽ തന്നെ സ്ലോ ആയിട്ടുള്ള വയർലെസ് ചാർജിങ് ആണ്. അതായത് ഈ ഫോണിൻ്റെ ബാറ്ററിയും ഇപ്പോൾ ഈ 2021 ഒരു പോരായ്മ ഒരു കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ ഈ ഫോൺ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തോന്നിയ 2 പോരായ്മകൾ എന്ന് പറയുന്നത് ഈ ഫോണിനകത്തുള്ളത് ഈ 2
2 കാര്യങ്ങൾ മാത്രമാണ്. അതായത് ക്യാമറ സിസ്റ്റവും ബാറ്ററിയും. അതിനകത്ത് ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രൈസ് പോയിന്റ് എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിനകത്താണ് അത് പറയുന്നത്. അത് ഈ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഫോണിനകത്ത് ഇപ്പോഴും ഏറ്റവും മികച്ചെന്ന് നിൽക്കുകയാണ്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഇതിൻ്റെ പ്രീമിയം ഫിനിഷും ഒക്കെയാണ്. അതായത് ബിൽഡ് ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റിയുള്ള ഫോൺ തന്നെയാണ് ഈ iPhone 10 എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പോലും, അതായത് നമുക്കിപ്പോൾ 2 വർഷമോ 3 വർഷം പഴകിയ ഒരു യൂണിറ്റ് നോക്കുവാണെങ്കിൽ പോലും അതിനകത്ത് എവിടെയോ ഗ്യാപ്പോ അല്ലെങ്കിൽ വളയുന്ന പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം ഉള്ളതുകൊണ്ട് തന്നെ ഫോണിനകത്ത് മൊത്തത്തിൽ ആ ഒരു സോളിഡ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ബട്ടൺസിനകത്തൊന്നും ക്വാളിറ്റിക്കകത്ത് പ്രശ്നങ്ങൾ ആപ്പിൾ വരുത്തിയിട്ടില്ല. അപ്പോൾ അതെന്ന് പറയുന്നതൊക്കെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് പോലും ഇത്രയും പ്രീമിയം ആയിട്ടും ഇത്രയും പെർഫെക്റ്റ് ആയിട്ടും ബിൽഡ് ക്വാളിറ്റി കിട്ടിയേക്കുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഫോൺസിനകത്ത് ഇല്ല. പ്രത്യേകിച്ചും ഈ ഒരു പ്രൈസ് പോയിന്റ് എടുക്കാൻ നേരത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഫോം ഫാക്ടർ നോക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് വെയിറ്റ് കൂടിയ ഫോണൊന്നും അല്ല. പിന്നെ കയ്യിൽ നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ തന്നെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. കുറച്ച് തെന്നുന്ന ഒരു രീതിയുണ്ട്, കാരണം നമുക്ക് ബാക്ക് ഗ്ലാസ് വരുന്നതുകൊണ്ടും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിം വരുന്നതുകൊണ്ടും. പക്ഷേ ഫോം ഫാക്ടർ ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ നിന്ന് തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഡിസൈൻ്റെ കാര്യത്തിനകത്ത് ഇവിടെ നോച്ച് വന്നേക്കുന്നത് നമുക്കൊരു പ്രശ്നമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ ഐഫോൺസിനകത്ത് നോച്ച് വരുന്നുണ്ട്. അത് ഈ നോച്ച് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് അൺലോക്ക് ഉള്ളതുകൊണ്ടാണ്. അതായത് നമുക്ക് ഫേസ് ID സെൻസറാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പക്ഷേ നമ്മളൊരു iPhone 10 പഴയ യൂണിറ്റ് എടുക്കുമ്പോൾ അതിനകത്ത് ഭയങ്കര ശ്രദ്ധിച്ചോണം ഫേസ് ID സെൻസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 വർഷം പഴക്കമുള്ള യൂണിറ്റ് ആണെങ്കിൽ അതിനകത്ത് ഫേസ് ID കംപ്ലൈൻറ്റ് കാണും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിടണം എടുക്കാൻ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് IP67 റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയുമാണ് ഈ പ്രൈസിങ്ങിന് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫീച്ചറായിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ബെസ്റ്റ് ഫീച്ചറായിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇവിടെ വന്നേക്കുന്ന ഡിസ്പ്ലേ ഒരു OLED ഡിസ്പ്ലേ ആണ്. അത് ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.8 ഇഞ്ചാണ്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ആണ്. അതിൻ്റെ റെസൊല്യൂഷൻ നോക്കാൻ നേരത്തെ തന്നെ 2436x1125 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിക്സൽ ഡെൻസിറ്റി 458 ppi ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് HDR സപ്പോർട്ടും 3D ടച്ച് സപ്പോർട്ടും ട്രൂ ടോൺ സപ്പോർട്ടും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്ത് ഒരു ഇഷ്യൂസും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂയിങ് ആംഗിൾ നോക്കിയാലോ അല്ലെങ്കിൽ ടിൻറ്റ് എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് മാത്രമല്ല ഇപ്പോൾ ഒരു പഴയ യൂണിറ്റ് ആണെങ്കിൽ പോലും അതിനകത്ത് ബേണിൻ പ്രശ്നങ്ങൾ പോലും ഇല്ല. അതൊക്കെ നമുക്ക് സാധാരണ AMOLED പാനലിനകത്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഈ ഡിസ്പ്ലേക്കകത്ത് കണ്ടില്ലായിരുന്നു. അത് നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഗെയിമിങ്ങോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ബ്രൗസിങ്ങോ അപ്പോൾ അങ്ങനത്തെ എന്ത് കാര്യം ചെയ്താലും നല്ല എക്സ്പീരിയൻസ് ആണ് ഈ ഡിസ്പ്ലേന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നതും നല്ലൊരു ഫീച്ചറായിട്ട് കാണിക്കേണ്ടതെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ 2021 പോലും. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺസ് ആവാൻ നേരത്ത് പെർഫോമൻസിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ ഇവിടെ iPhone 10 അങ്ങനത്തെ ഒരു കാര്യം എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് പെർഫോമൻസിനകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടില്ല. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പോലും ഇതിനകത്ത് പെർഫോമൻസ് ഇഷ്യൂസ് അധികം ഇല്ല. അത് നമ്മളിവിടെ ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സർ നോക്കുവാണെങ്കിൽ ആപ്പിളിൻ്റെ A11 ബയോണിക് ചിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിവിടുത്തെ റാം എന്ന് പറഞ്ഞാൽ 3GB റാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് പോലും ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ടാകാം പെർഫോമൻസ് ഇഷ്യൂസ് ഈ ഫോണിനകത്ത് അധികം ഇല്ല. അപ്പോൾ പെർഫോമൻസ് ഇഷ്യൂസ് ഇല്ലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്താലോ അല്ലെങ്കിൽ ഹെവി ടാസ്ക് ചെയ്താലോ ആ കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ആവും. അത് നമുക്ക് ഹെവി ആയിട്ടുള്ളൊരു ഗെയിം ആണെങ്കിൽ പോലും ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ കുറവാണ്. പക്ഷേ ഞാൻ ഗെയിമിംഗ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ടാസ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ആ ടാസ്ക് ചെയ്യുവാണെങ്കിൽ ഫോൺ ചൂടാവുന്ന ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിപ്പോൾ എൻ്റെ യൂണിറ്റ് മാത്രമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷേ ഇത് നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഈ ഫോണിനകത്ത് ഇപ്പോഴും ലേറ്റസ്റ്റ് OS ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഇനിയൊരു 2-3 വർഷത്തേക്ക് എന്തായാലും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഈ ഫോണിന് കിട്ടും. അപ്പോൾ സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരാൻ നേരത്ത് ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്ന് നിൽക്കും എന്നുള്ളതാണ്. കാരണം നമുക്ക് സോഫ്റ്റ്വെയർ സപ്പോർട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ iOS 14 ആണുള്ളത്. പക്ഷേ നമുക്ക് ഉടനെ iOS 15 കിട്ടും. പക്ഷേ iOS 15 വരാൻ നേരത്ത് തന്നെ iOS 15ൻ്റെ എല്ലാ ഫീച്ചേഴ്സൊന്നും ഈ ഫോണിനകത്ത് വരത്തില്ല. അതായത് ഫീച്ചേഴ്സ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്കും. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഫോണിനകത്ത് സെക്യൂരിറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ്, അതായത് പെർഫോമൻസും യൂസർ എക്സ്പീരിയൻസും ഒക്കെ എടുത്ത് പറയുവാണെങ്കിൽ അതിപ്പോഴും നല്ലൊരു ഫീച്ചർ തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത്. അതായത് നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സെഗ്മെന്റിലുള്ള ഒരുപാട് ആൻഡ്രോയിഡ് ഫോൺസിനെക്കാട്ടി നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ iPhone 10 എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാലും ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം നോക്കാൻ നേരത്ത് ഇതിൻ്റെ സ്പീക്കേഴ്സ് ഇവിടെ ഡ്യുവൽ സ്പീക്കേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഉള്ള ഫോൺസിൻ്റെ സ്പീക്കേഴ്സായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കുന്നതായിട്ട് തോന്നിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗഡ്നെസ് ലെവൽ കുറച്ച് കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല ക്വാളിറ്റിയും വലിയ കുഴപ്പമില്ലാത്തതെന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ ഇവിടുത്തെ ഇയർ പീസ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നല്ല എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഇവിടുത്തെ ബ്ലൂടൂത്ത് വെർഷൻ 5 ആയതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്കകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് ലൈറ്റ്നിങ് പോർട്ട് വഴി മാത്രമേ വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നല്ലോണം വന്നേക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ വൈഫൈ വേർഷൻ നോക്കുകയാണെങ്കിൽ വൈഫൈ 5 ആണ്. പിന്നെ NFC സപ്പോർട്ട് ഈ ഫോണിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആപ്പിൾ പേ സപ്പോർട്ടുള്ള സ്ഥലമാണെങ്കിൽ ആപ്പിൾ പേ ഉപയോഗിക്കാനും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് iPhone 10ൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോൾ ഈ 2021 നോക്കുവാണെങ്കിൽ തന്നെ ഈ ഫോൺ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പോരായ്മയായിട്ടുള്ള ക്യാമറയുടെ കാര്യവും അതിനൊക്കെ ബാറ്ററിയുടെ കാര്യവും നമുക്കൊരു പ്രശ്നമാണെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിനകത്ത് നിങ്ങൾക്ക് ഇതിനെക്കാട്ടിയും ബെറ്റർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ പ്രൈസ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സെക്കൻഡ് ഹാൻഡ് iPhone 10R യൂണിറ്റും കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാനും പറ്റും. പക്ഷേ നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു ഫോൺ വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ
ഈ iPhone 10 എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.